ഹലോ ഗൈസ്, എല്ലാവർക്കും സ്ലോവാക് മലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വീക്കെൻഡ് വീഡിയോ ആണ്. ബാക്കി വിശേഷങ്ങളൊക്കെ പോയി കണ്ടിട്ട് വന്നാൽ ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ ചേട്ടനാണ് ഇവിടുത്തെ ഓളിനോള്. സോ വാട്ട് ഈസ് യുവർ നെയിം? Lala. Lala. Sham name is Pulmama Pulmama. Okay, where are you from? from Afghanistan. Afghanistan. Okay, thank you very much. Nice to see you. Take care, bro. Bye-bye. ഗൈസ്, നമ്മുടെ കുത്തരി ഉണ്ട് ഇവിടെ. കുത്തരിക്ക് 1 കിലോയ്ക്ക് പ്രൈസ് വരുന്നത് പറഞ്ഞാൽ €3.50. നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 250 രൂപ, 300 രൂപയ്ക്കകത്ത്. കുത്തരി വലുതുണ്ട്. 5 കിലോയ്ക്ക് €15. കുറച്ചൊക്കെ തരും കേട്ടോ. അപ്പൊ ഗൈസ്, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെമ്മറീസ് വല്ലതും വരുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ പണ്ട് ചാക്ക്, വലിയ ചാക്കരി ഉണ്ടല്ലോ, അതിന്റെ ചെറുത്. ഇത് ബിരിയാണി റൈസ് ആണ്, ജാസ്മിൻ റൈസ്. ഇതിന് വില വരുന്നതെന്ന് പറഞ്ഞാൽ €3 1 കിലോ. ഗൈസ്, ജാസ്മിൻ റൈസ് ഇതിന് വില വരുന്നത് പറയുന്നത് €12. അങ്ങനെ ഒരുപാട് പൊടി ഐറ്റംസുകളുണ്ട്. ദോശ മിക്സ് ആണ്. ദോശ മിക്സിന് വില വരുന്നത് പറഞ്ഞാൽ €4.50. മസാല ഐറ്റംസാണ് ഇരിക്കുന്നത്. മഞ്ഞപ്പൊടി വില വരുന്നത് പറഞ്ഞാൽ 1/2 കിലോയ്ക്ക് €7. അപ്പൊ ഗൈസ്, നമ്മള് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മള് ഹെയർ കട്ടിങ് സെന്ററിലോട്ട് പോവാം. ഗൈസ്, ഫൈനലി നമ്മൾ ഹെയർ ഒക്കെ കട്ട് ചെയ്ത്, അപ്പം ഈ കടയിൽ വിയറ്റ്നാമീസിന്റെ കടയാണ് ഗൈസ്. ഗൈസ്, നമ്മളിവിടെ വന്നിരിക്കുന്ന പറഞ്ഞാൽ സൺക്രീം നോക്കാൻ തോന്നുന്നു, പക്ഷേ സൺക്രീം ഇല്ല. സോ നമുക്ക് DM-ലോട്ട് പോയി നോക്കാം. ഓക്കെ, അപ്പൊ ഗൈസ്, നമ്മള് നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ കയറി. പിന്നെ അത് കണക്ക് തന്നെ മുടിയൊക്കെ വെട്ടി. സംഭവം നമ്മൾ ഇനി പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സിറ്റി വിട്ടിട്ട് വില്ലേജിലോട്ട് പോവുകയാണ്.
ഗൈസ് നമ്മുടെ നാട്ടിലെ സ്പീക്കർ അല്ല എന്താ പറയുക, കോളാമ്പിയോ എങ്ങനെയാന്ന് തോന്നില്ലേ? ആമി അത് ഇലക്ട്രിക്കിന്റെ എന്തോ വകുപ്പം കണ്ടത്, എനിക്കൊന്ന് സൈറൻ കണ്ടാന്ന് തോന്നില്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബിൽഡിംഗ് പോലും ഇവിടെ ഇല്ല, എല്ലാം വീടുകളാണ്. സോ വില്ലേജിന്റെ പ്രത്യേകത ഇതാണ്. പിന്നെ ഒരുപാട് കൃഷി. അപ്പോൾ ഗൈസ് വില്ലയിലൊക്കെ പോയി തിരിച്ചു വരുന്ന വഴിക്ക് മാക്ഡൊണാൾഡ്സ് കണ്ടു. മാക്ഡൊണാൾഡ്സ് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കയറണം തോന്നും. അങ്ങനെ കയറി 2 ബർഗറൊക്കെ വാങ്ങിച്ചു. അപ്പം അത് കഴിച്ചിട്ട് ഇനി വീട്ടിലോട്ട് പോകണം. അതുമല്ല പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല. വീക്കെൻഡിന്റെ ഗ്രോസറി ഐറ്റങ്ങളൊക്കെ മേടിക്കാൻ പോകണം. അടിയായി തുടങ്ങി. സോ ചേർത്തലേ പോകത്തോളൂ. മാക്ഡൊണാൾഡ്സിന്റെ പഴയ രുചിയൊക്കെ തന്നെ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് തോന്നാറുണ്ടോ മാക്ഡൊണാൾഡ്സിന്റെ ഫ്രണ്ടിലൂടെ പോകുമ്പോൾ ഒന്ന് കയറിയിട്ട് പോകണം എന്നുള്ളത്? ഓക്കെ ഗൈസ്, എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ വീക്കെൻഡ് തീരാറായി. സാധനങ്ങളൊക്കെ പോയി വാങ്ങിച്ചു. അതെല്ലാം നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് വൈകിട്ടൊന്നും കൂടെ കയറാണ്. കഴിച്ച് ഞാൻ ഇപ്പം 7:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ വീക്കെൻഡ് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് നമ്മൾ മട്ട റൈസ് ഒക്കെ വാങ്ങിച്ചു. ഇതാ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും മട്ട റൈസ്. അപ്പം ഞാൻ വിചാരിച്ച സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പുറത്തോട്ടൊക്കെ പോകാന്ന് വിചാരിച്ചതാണ്. പക്ഷെ നമുക്ക് പറ്റിയില്ല. ഞാൻ കാഫ്ലാൻഡിൽ കയറിയിട്ട് കുറച്ച് ബീഫ് വാങ്ങിച്ചു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇറ്റലിയിൽ നിന്ന് വരുന്ന ബീഫാണ് ഇത് കേട്ടോ. അപ്പം ഇനി നമ്മൾ ബീഫ് കട്ട് ചെയ്യാനുള്ള പരിപാടി വരെ നോക്കാൻ പോകുന്നത് കേട്ടോ. ക്ലീൻ ചെയ്യണം. ബീഫ് കറി വെക്കാനായിട്ട് നല്ലോണം അറിയത്തില്ല, എങ്കിലും നമ്മൾ ട്രൈ ചെയ്യും. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ ബീഫൊക്കെ നമ്മൾ വെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കുക്കറിൽ ഇട്ട് ഒരു പരിപാടി. ബീഫൊക്കെ ആയിരിക്കും നമുക്ക് പറയാൻ കയറിയിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നീട് വീട്ടിൽ നിന്ന് നമ്മൾ തയ്യാറായിക്കൊള്ളുന്ന നമ്മുടെ സ്വന്തം ഗരം മസാല ഇടുക. പിന്നീട് വേണമെന്ന് പറഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളി, നമുക്ക് എരി തോനെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് നമുക്ക് ഇടാം. 2-3 വെളുത്തുള്ളി അതേ നമുക്ക് ഇടാം. പിന്നീട് ആവശ്യത്തിന് കുറച്ച് പിന്നീട് കഴിച്ച് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ആടി കൊടുക്കണം. കാര്യം കറി ആയതുകൊണ്ട് കുറച്ച് വെള്ളം. അതിന് മുമ്പേ നിങ്ങൾ കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാര്യം കഴിഞ്ഞാൽ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കുറച്ച് വെള്ളം. അതായത് കറി ആയതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ബീഫ് കറിയായിട്ട് വെള്ളത്തിന് ആവശ്യമില്ല. പക്ഷേ കറി വെള്ളം. പിന്നീട് ആദ്യത്തെ വിസിൽ വരുന്നവരെ ഈ കുട്ടി എടുക്കുന്നുണ്ടായിരിക്കും. പിന്നീട് പറഞ്ഞാൽ ബീഫിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. പല രാജ്യങ്ങളും പല രീതിയിലുള്ള ബീഫ് ആയി വരുന്നതുകൊണ്ട് ഒരു 3-4 ഡിസ് ആകുമ്പോഴത്തേക്കും ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന നമ്മൾ ഏകദേശം ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. സോ ചെറിയ ഉള്ളി നമുക്ക് കിട്ടിയില്ല. അതിന് കറിയാപ്പില, ഫ്രഷ് കറിവേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നീട് ഗരം മസാല 1 ടീസ്പൂൺ, പിന്നീട് മഞ്ഞൾപ്പൊടി. സോ ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ പച്ചവെള്ളം മാറുന്നുണ്ട്. ഏകദേശം ഒന്ന് മാറാൻ കഴിഞ്ഞിട്ട് വേവിച്ച് ചെയ്ത് ഏകദേശം പച്ചമുളകൊക്കെ മാറി നമ്മൾ ഈ ബീഫ് ഇതിനകത്ത് നട്ടുക. സോ അങ്ങനെ
തീ കുറച്ച് കൂട്ടി വെക്കുക. തീ അടിയിലോട്ട് ബന്ധപ്പെട്ട് ഇനി ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് കറിവേപ്പില. പക്ഷേ കറിവേപ്പില ഇന്ത്യൻ സ്റ്റോറിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒന്ന് ഫ്രീസൺ കറിവേപ്പില കഴിച്ചു. ഫ്രീസൺ കറിവേപ്പില കാണാൻ പറ്റും, ഫ്രീസൺ കറിവേപ്പില കുറച്ച് കറിവേപ്പില ഇടുക. സോ കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ പൊടിക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ് 3 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. സോ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബീഫ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അത് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 1 മിനിറ്റും കൂടി അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ വീക്കെൻഡ് ബീഫ് കറി കഴിഞ്ഞു. സോ കുറച്ച് കഴിഞ്ഞിട്ട് ചൂടാതിന് ശേഷം കഴിക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീക്കെൻഡ് വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അത് കണക്ക് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.